യേശുവേ, ഞങ്ങളുടെ ആന്തരിക കർണപുടങ്ങളെ തുറക്കണമേ. ഞങ്ങളെ ദൈവ സ്നേഹത്താൽ അഭിഷേകം ചെയ്യണമേ. സാക്ഷികളാക്കി ഉയർത്തണമേ. ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ആരാധനയിൻ നായകനേ, അങ്ങേ ഞാൻ ആരാധിക്കും. അഭിഷേകത്തെ തരുന്നവനേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. കരങ്ങൾ വീശുന്നു ഉയർന്ന് ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ. ഹല്ലേലൂയ 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 ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആദിയും നീയേ അന്തവും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ആദിയും നീ, അന്തവും നീ, അങ്ങേ ഞാൻ ആരാധിക്കും. വഴിയും നീയേ സത്യവും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. വഴിയും നീ, സത്യവും നീ, അങ്ങേ ഞാൻ ആരാധിക്കും. അങ്ങേ ഞാൻ ആരാധിക്കും. എന്റെ യേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കും. കൈകൾ വീശിയൊന്ന് ചേർന്ന് ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച്
ജീവിതത്തിന്റെ ദുരിത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കും ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങൾ നമ്മുടെ നിയോഗങ്ങൾ നമുക്കിപ്പോൾ മൗനമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. നമുക്ക് സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ ആരാധന. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ഈ ധ്യാനം വിവിധ സമയങ്ങളിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാൻ പോകുന്ന എല്ലാ മക്കളെയും ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളാക്കി ആ മക്കളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ആരാധന ആരാധന. ഹല്ലേലൂയ യേശുവേ ആരാധന. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചു. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചു. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാനിടവന്നില്ല. കൈകൾ ഉയർത്തി ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സമയങ്ങളിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന രോഗികളായിട്ടുള്ള എല്ലാ മക്കളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയുടെ യോഗ്യതയാൽ നടന്നിട്ടുള്ള ആയിരക്കണക്കിന് ആരാധനകളുടെ ഉടമ്പടി ആരാധനകളുടെ യോഗ്യതയാൽ ആ മക്കൾക്ക് സാക്ഷ്യം പറയാനുള്ള കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ മഹത്വം മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഉന്നത വിളിയാൽ വിളിച്ചുവെന്നെ, ചോദിച്ചതും ഉള്ളിൽ പോലും നിനച്ചതല്ല. ദയ തോന്നി എന്റെ മേൽ ചൊരിഞ്ഞതാണേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിയിടുന്നു ഞാൻ. കൈകൾ ഉയർത്തി ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ,
നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഉറക്കെ പാടാം. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ, വിവിധങ്ങളായ ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന സഹോദരങ്ങളെ ഈ അൾത്താരയിൽ ഈ ആരാധന സമയം ഞങ്ങൾ പ്രത്യേകമായിട്ട് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതെ വിഷമിക്കുന്ന സഹോദരങ്ങളുണ്ട്, വാടക വീട്ടിൽ വർഷങ്ങളായിട്ട് താമസിക്കുന്ന സഹോദരങ്ങളുണ്ട്, കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന സഹോദരങ്ങള്, പരീക്ഷയ്ക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കളുണ്ട്. എല്ലാവരെയും ഈ അൾത്താരയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. മക്കൾക്ക് എല്ലാവരും കർത്താവിന്റെ കൃപ പ്രത്യേകമായിട്ട് പ്രവർത്തിച്ച് സാക്ഷ്യം പറയാനുള്ള വരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ. ഉറ്റോരും ഉടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും. ഉറ്റോരും ഉടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. കൈകൾ ഉയർത്തി. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ, കുടുംബ ജീവിതത്തില് സമാധാനമില്ലാതെ വിഷമിക്കുന്ന അനേക സഹോദരങ്ങള് ഈ ആരാധന കൂടി പ്രാർത്ഥിക്കുന്നുണ്ട്. ആ മക്കൾക്ക് സമാധാനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ദാമ്പത്യ ബന്ധത്തിലെ വിള്ളലുകൾ വേണ്ടിയിരിക്കുന്ന സഹോദരങ്ങളെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഡിവോഴ്സിന് വേണ്ടി ഇഷ്ടം പിടിക്കുന്ന സഹോദരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, അൾത്താരയിൽ കുദാസ് ചെയ്തിട്ടുള്ള ബന്ധം ഇത്രയും വേഗം പരിശുദ്ധ അമ്മയുടെ വലിയ ഇടപെടലാൽ മുന്നോട്ട് കൊണ്ടുപോയി നല്ല കുടുംബജീവിതം നയിക്കുവാൻ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, മഹത്വം മഹത്വം, ആരാധന ആരാധന. യേശുവേ, ദാമ്പത്യ ജീവിതത്തിൽ വിശ്വസ്തയോടെ മുന്നേറുവാൻ ദമ്പതികളെ പ്രത്യേകമായിട്ട് അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ, മഹത്വം മഹത്വം, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ, മഹത്വം മഹത്വം, ആരാധന ആരാധന. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിലച്ചു. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിലച്ചു. ദയ തോന്നി എന്റെ മേൽ ചൊരിഞ്ഞതാണേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിയിടുന്നു ഞാൻ. ദയ തോന്നി എന്റെ മേൽ ചൊരിഞ്ഞതാണ്, ആയുസ്സെല്ലാം നിനക്കായി നൽകിയിടുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഉറക്കെ. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഉറക്കെ പാടാം. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ, പരിശുദ്ധ പിതാവേ, എല്ലാ തമ്പുരാന്മാരെയും പുത്രാന്മാരെയും പ്രത്യേകമായിട്ട് ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് ദൈവജനത്തെ നയിക്കുവാൻ വേണ്ട പുത്തൻ അഭിഷേകം നൽകി എല്ലാ സഭാ നേതാക്കന്മാരെയും യേശുവേ കൃപയാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ ആരാധന, മഹത്വം മഹത്വം, ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ,
മഹത്വം, ഹല്ലേലൂയ, മഹത്വം. ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ. ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേ കാരണമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേ കാരണമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. 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 നമ്മുടെ യേശു ജീവിക്കുന്നു. ഉച്ചത്തിൽ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഒരിക്കൽ കൂടി ഈ ധ്യാനം നയിക്കുന്ന ബഹുമാനപ്പെട്ട വി.പി. ജോസഫ് അച്ഛനെ ഈ അൾത്താരയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വചനം ഈ ആരാധനയിൽ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛന്റെ ആരോഗ്യത്തെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവേ, വലിയ അനേകം മക്കളെ ഈശോയിലോട്ട് അടുപ്പിക്കുവാൻ പ്രത്യേകമായിട്ട് അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിന്റെ എല്ലാ ശുശ്രൂഷ മേഖലകളെയും ഈ അൾത്താരയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവേ പുത്തൻ കൃപ നൽകി ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷ മേഖലകളെയും അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ശുശ്രൂഷകരെയും വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ വഴി നടക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. മരിയൻ ഉടമ്പടി എന്ന വലിയ ദൈവിക പദ്ധതിയുടെ ഭാഗമാക്കി ഈശോയുടെ ശുശ്രൂഷകരായി നമ്മളെ ഉയർത്തിയ അവിടുത്തെ സ്നേഹത്തിന് നമുക്ക് നന്ദി പറയാം. കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയും പത്രപ്രേക്ഷിത പ്രവർത്തനത്തിലൂടെയും എല്ലാം ഇനിയും ഇനിയും ഈശോയെ അനേകം മക്കൾക്ക് കൊടുക്കുവാൻ ഈ ആരാധനയിലൂടെ ഈശോയുടെ കൈയും കാലുമായി പ്രവർത്തിക്കുവാൻ ഞങ്ങളെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ എന്ന് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ കണ്ണുനീരോടുകൂടി ഈ മരിയൻ ഉടമ്പടി ആരാധനയിൽ പങ്കെടുത്ത് വിഷമത്തോടെ ഈ നൊമ്പരങ്ങൾ ഈ അൾത്താരയിൽ ഇറക്കി വെച്ച് പ്രാർത്ഥിക്കുന്ന അനേകം മക്കളുടെ വിഷയങ്ങളോട് ചേർത്തുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ നമുക്ക് ഒരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മളെക്കാളൊക്കെ ഒത്തിരിയേറെ വിഷമസന്ധികളിലൂടെ കടന്നുപോകുന്ന സഹോദരങ്ങളുണ്ട്. അവർക്കെല്ലാവർക്കും വേണ്ടി സഹോദരാബുദ്ധിയ, അതിനേക്കാളെല്ലാം ഉപരി ദൈവസ്നേഹബുദ്ധിയ നമുക്ക് പ്രത്യേകമായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരെയും ഈശോയെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. കരങ്ങൾ വീശി ഉയർന്ന് പാടാം. ആരാധന, 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 ആരാധന. നമുക്ക് ഒരുമിച്ച് പാടാം. ആരാധന, 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 ആരാധന.
പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇരിക്കുക. സാക്ഷി വിചാരത്തിന് നമ്മൾ ആദ്യമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ പറഞ്ഞൊരു സാക്ഷ്യമാണ്. രാജീവിൻ്റെ സാക്ഷ്യ. അച്ഛൻ ഈ സാക്ഷ്യം പറയുമ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ പോയി ആ സാക്ഷ്യം വീണ്ടും ഒന്ന് കേൾക്കണം. നമ്മുടെ സങ്കീർത്തനങ്ങളും കർത്താവിൻ്റെ വചനങ്ങളും ഒക്കെ വായിക്കുമ്പോഴും നിങ്ങൾ മനുഷ്യൻ്റെ വർത്തമാനകാല ദൈവ അനുഭവത്തോട് ചേർത്ത് വെച്ചാണിത് വായിക്കുന്നത്. കാരണം സങ്കീർത്തനങ്ങൾ നമ്മളെ കുമാരനാശാൻ്റെ കവിത പോലെ ഹീബ്രു കവികൾ വെറുതെ എഴുതണമല്ല, സങ്കല്പത്തിൽ നിന്ന് ഉണ്ടാകണമല്ല. കവിതകളെല്ലാം സങ്കല്പത്തിൽ നിന്ന് ഉണ്ടാകണതാണ്. പക്ഷേ സങ്കീർത്തനങ്ങൾ ദൈവാനുഭവങ്ങളിൽ നിന്നാണ് ഉണ്ടാകണത്. അതാണ് വ്യത്യാസം. കവിതകളും സങ്കീർത്തനങ്ങളും തമ്മിലുള്ള പ്രകടമായ അടിസ്ഥാനപരമായ വ്യത്യാസം ഒന്ന് സങ്കല്പത്തിൽ നിന്നുണ്ടാകും, മനുഷ്യാനുഭവങ്ങളിൽ നിന്ന്. മറ്റത് ദൈവാനുഭവങ്ങളിൽ നിന്നുണ്ടാകും. അതാണ് വ്യത്യാസം. ഞാനിത് ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ രാജീവിൻ്റെ സാക്ഷ്യം കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് അതാണ്. ഈ രാജീവിന് 42 വയസ്സുണ്ട്, വൈഫിനുമുണ്ട് 41 വയസ്സ്. അപ്പോഴേ ഒരു ദിവസം അവർ ഉടമ്പടിയിൽ ജീവിക്കുന്നവരാണ്. നമുക്കറിയാമല്ലോ, ആൾക്കാർ എപ്പോഴും സാക്ഷ്യം പറയുന്നതൊക്കെ ഉടമ്പടി എടുത്തെന്നല്ല പറയണത്, ഞങ്ങൾ ഉടമ്പടിയിലാണ് ജീവിക്കണമെന്നാണ് പറയണത്. പണ്ടൊക്കെ ആൾക്കാർ അങ്ങനെ പറയണത്. ഇത് പ്രൈമറി സ്കൂളിൽ, ഉടമ്പടിയുടെ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന ആൾക്കാർ പറയണത് ഞങ്ങൾ ഉടമ്പടി എടുത്തെന്നാണ് പറയണത്. അതിൻ്റെ ഹൈസ്കൂളിൽ പഠിക്കുന്ന ആൾക്കാർ പറയും ഞങ്ങൾ ഉടമ്പടിയിൽ ജീവിക്കുന്നവരാണെന്ന് പറയും. ഇത് വ്യത്യാസം അതാണ്. അപ്പോൾ രാജീവും ഭാര്യയും ഉടമ്പടിയിൽ ജീവിക്കുന്നവരാണ്. അപ്പോൾ ഉടമ്പടി ജീവിക്കുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, ദൈവം ആ ഉടമ്പടി പക്കയാണെങ്കിൽ പ്രോമിസ്, ദൈവത്തിൻ്റെ വാഗ്ദാന പ്രകാരം ദൈവം എപ്പോഴും അവിടെ വഴികളിലുണ്ടാകും, വീടുകളിലുണ്ടാകും, എവിടെയെല്ലാം. വേറെവർ വി ഗോ, ഉടമ്പടി നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം ഐ വിൽ കം വിത്ത് യു വേറെവർ യു ഗോ എന്നാണ്. അതായത് ജോഷുവ 1:9 നമ്മൾ എപ്പോഴും പറയണതാണ്, വേറെവർ യു ഗോ. പിന്നെ ഇപ്പോൾ ജോഷുവയുടെ 33 അല്ല, പുറപ്പാടിൻ്റെ 33:14 ഞാൻ തന്നെ നിൻ്റെ കൂടെ വരും. തമ്മിൽ കൂടി വെക്കുമ്പോഴേ ഇപ്പോൾ ജോഷുവ 1:9 ഐ വിൽ കം വിത്ത് യു വേറെവർ യു ഗോ. നീ എവിടെ പോയാലും, ഈവൻ ഇൻ യുവർ വെന്റിലേറ്റർ, നിൻ്റെ വൈഫ് അവിടെ വരത്തില്ല, പക്ഷെ ഞാൻ അവിടെ വരും. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്ന അവിടുത്തെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ഹല്ലേലൂയ. ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കാൻ പ്രത്യേക വിശേഷ വിദ്യയായി, ദൈവത്തെ സ്നേഹിക്കാൻ, ദൈവത്തിൽ വിശ്വസിക്കാൻ, ദൈവത്തിൻ്റെ കൂടെ ജീവിക്കാൻ നമുക്ക് ഇന്ന് ലഭ്യമായ ലളിതവും കൃത്യവുമായ ഒരു പദ്ധതിയാണ് ഉടമ്പടി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഉടമ്പടിയിലാണ് ജീവിക്കണമെന്ന് പറയണത്. ഈ ദിവസം ഈ ആഴ്ചയിലുള്ള സാക്ഷ്യങ്ങളെല്ലാം ആ ടൈപ്പാണ് വരുന്നത്. അപ്പോൾ ഈ രാജീവും വൈഫും ഉടമ്പടി ജീവിക്കുന്നവരാണ്. അപ്പോൾ പെട്ടെന്ന് അപ്പം എന്തെങ്കിലും ഉടമ്പടി ജീവിക്കുമ്പോൾ എന്താ സംഭവിക്കണത്? ദൈവം സുനിശ്ചിതമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാകും. അപ്പോൾ ഉടമ്പടിയിൽ പ്രയോക്തമായിരിക്കുന്നത് പരിശുദ്ധ അമ്മയാണല്ലോ. കാര്യം ഇത് മരിയൻ കവനല്ലേ നമ്മൾ ചെയ്യേണ്ടത്. അപ്പം അമ്മയുടെ സാന്നിധ്യമാണ് എല്ലാവരും കൂടുതലായിട്ട് ഒരു 70% എബവ് ആൾക്കാർ അനുഭവിക്കുന്നത് മരിയൻ പ്രസൻസാണ്. അപ്പം മരിയൻ പ്രസൻസിന് സ്വർഗീയ സുഗന്ധമാണ്.
അലൗകികമായ നമ്മുടെ നാസ്തികയ്ക്ക് അത്രയും പരിചയമില്ലാത്ത ഒരു വ്യത്യസ്തമായ സുഗന്ധമാണ്. അപ്പോൾ ഈ രാജീവും വൈഫും കൂടി ഇരുന്ന് രാത്രി കുഞ്ഞുങ്ങളൊക്കെ ഉറങ്ങി, 2 കുഞ്ഞുങ്ങൾ ഒരു കുഞ്ഞുണ്ടാവും ഉറങ്ങിക്കഴിഞ്ഞ് ഇവർ രണ്ടും കൂടി എന്ത് ദൈവികമായ കാര്യവും വചനവും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് സുഗന്ധം ഇങ്ങനെ വന്ന് തണുത്ത സുഗന്ധം മുറി മുഴുവൻ വ്യാപിക്കും. വൈഫ് ഒരു ആനന്ദ അനുഭൂതിയിൽ കരയാൻ തുടങ്ങും. അമ്മ മാതാവിൻ്റെ സാന്നിധ്യം ഈ മുറി മുഴുവൻ അങ്ങ് നിറയുക. അതിപ്പോൾ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, ഇത് എല്ലാ ദിവസവും ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. അങ്ങനെ അത് കഴിയുമ്പോൾ അപ്പോൾ ഹസ്ബൻഡ് പറയും മാതാവ് നമ്മുടെ കൂടെയുണ്ട്, അമ്മ എന്തോ അടയാളം നമുക്ക് തരാൻ പോകുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇവർ ചുമ്മാ കൊണ്ടുപോയി 2 ദിവസം കഴിയുമ്പോൾ വൈഫ് പ്രഗ്നൻസി ടെസ്റ്റ് നടത്തും. 42 വയസ്സുണ്ട്. എന്നാലും അമ്മ വന്നല്ലോ, അപ്പോൾ എന്തെങ്കിലും അപ്പോൾ ഒരു അടയാളം കിട്ടുമോ എന്ന് വിചാരിച്ചുകൊണ്ട് പോയി പ്രഗ്നൻസി ടെസ്റ്റ് നടത്തും. അപ്പോഴത് പോസിറ്റീവാകും. ഇപ്പോൾ ഡോക്ടർമാർ പറയും ഒറ്റ നാളൊക്കെ പോകത്തില്ല, നിങ്ങൾക്ക് ഷുഗറാണ്, ഇത് ഹൈ റിസ്ക് ആണെന്ന് പറയും. ഹൈ റിസ്ക്കാണ് ഈ സമയത്ത് പ്രഗ്നൻ്റ് ആകണത്. കാര്യം ഡോക്ടർ നേരത്തെ പറഞ്ഞായിരുന്നു, നേരത്തെ ഇവർ ഈ വിഷയത്തിന് ഡോക്ടർമാർ കാണിക്കുമ്പോൾ ഇത് ട്രീറ്റ്മെൻറ്റിലൂടെ നടക്കത്തുള്ളൂ, സ്വാഭാവികമായും നടക്കത്തില്ലെന്ന് പറയുമായിരുന്നു. ട്രീറ്റ്മെൻറ്റിലൂടെ നടന്നാൽ പോലും അത് ഒത്തിരിയേറെ കോസ്റ്റ്ലിയാണ്, ഹൈ റിസ്ക്കാണ്. ഈ മാനുഷികമായിട്ട് കാര്യങ്ങൾക്കുള്ള കുഴപ്പങ്ങൾ ഇതാണ്. അത് ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും. രണ്ടാമത്തത് ഹൈ റിസ്ക് ആയിരിക്കും. ദൈവികമാകുമ്പോഴേ കോസ്റ്റ്ലി ആയിരിക്കത്തില്ല, അതിനകത്ത് റിസ്ക് ഇല്ല. അതാണ് എൻ്റെ വ്യത്യാസം എന്നാണ്. അനോയിൻറ്റിങ് മോഡിലാണ് ഉടമ്പടിയുടെ ഒരു സംഭവം. അത് നിങ്ങൾക്കൊരു കാര്യം ഭയങ്കര പാടാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അത് ഹ്യൂമൻ ഫോർമാറ്റിലാണ് കിടക്കുന്നത്. മാനുഷികമായ അധ്വാനത്തിന് വിധേയമായിട്ടാണ് അത് കിടക്കുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾ ഉടമ്പടിയുടെ എല്ലാ ഉടമ്പടി ഡിമാൻഡ്സും പ്രൗഢാന്ന് അങ്ങോട്ട് സാറ്റിസ്ഫൈ ചെയ്യണം. രോഗികളെ പോയി കാണണം, അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ സന്തോഷത്തോടെ ചെയ്യണം. ഇയാൾ ഈ രാജീവ് എന്ന് പറഞ്ഞ ആൾ പ്രേക്ഷിത പ്രവർത്തനം സന്തോഷത്തോടെ ചെയ്യുന്ന ആളാണ്. കാര്യം ഒരു പത്രം, കൃപാസനം പത്രം കൊടുക്കാൻ വേണ്ടി 10 കിലോമീറ്റർ നടന്നു പോയ ആളാണ്. ഇതിങ്ങനെയൊക്കെ മനുഷ്യർ ഉടമ്പടി ചെയ്യണത്. ഇവിടെയൊക്കെ വീട്ടിൽ നിന്ന് ദൈവം മാറുക. നിങ്ങൾ ഉള്ള ഉടമ്പടി പത്രം മുഴുവനും ഒരു പണിയും ചെയ്യത്തില്ല, പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുന്നേച്ചും കർത്താവ് അനുകരിക്കണമെന്ന് പറഞ്ഞാൽ ഇത് ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. അതിന് നിങ്ങൾ വേറെ വല്ല പരിപാടിക്കും പോകാനില്ല. ഉടമ്പടിയിൽ അതിൻ്റെ ഫോർമാറ്റുകളുണ്ട്. അത് സത്യസന്ധമായിട്ട്, അത് വൃത്തിയായിട്ട്, സന്തോഷത്തോടെ ദൈവത്തിന് വേണ്ടി ജീവിക്കണം. അതെന്താ പ്രശ്നം വെച്ചാൽ ഉടമ്പടിയുടെ ലക്ഷ്യവും ഉടമ്പടിയുടെ പ്രയോറിറ്റിയും അതുപോലെ തന്നെ അത് ദൈവമായിരിക്കണം. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന ആൾക്കാരൊക്കെ ഉടമ്പടിയുടെ ഈ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന ആൾ പെട്ടെന്ന് അതിൽ ഹൈസ്കൂളിലേക്ക് മാറുന്നതെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി. എന്താ, നിങ്ങളിപ്പോൾ ഉടമ്പടിയുടെ പ്രയോറിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റെഫറൻസ് വെച്ചിരിക്കുന്നത് ഭൗതികമായ കാര്യമാണെന്ന് വിചാരിച്ചോ. വസ്തു വിൽക്കുകയോ അല്ലെങ്കിൽ കടങ്ങൾ പരിഹരിക്കുകയോ ജപ്തി നടപടിയിൽ നിന്ന് രക്ഷപ്പെടുകയോ എന്തെങ്കിലും ചെയ്ത ഒരു കാര്യമാണ് നിങ്ങൾ ഉടമ്പടി വെച്ചിരിക്കുന്നത്. നിങ്ങൾ അതിനെക്കുറിച്ച് തന്നെയാണ് എപ്പോഴും ചിന്തിക്കണമെങ്കിൽ ഇത് ഹ്യൂമൻ ഫോർമാറ്റിൽ കിടക്കുകയാണ്, മാനുഷികമായ ലെവലിലാണ് കിടക്കുന്നത്. ഇത് പെട്ടെന്ന് ഹൈ ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഉള്ള മാർഗം ഉടമ്പടി ലക്ഷ്യം ദൈവികമാക്കി മാറ്റണം. ഇപ്പം മാനുഷികമല്ലേ, അത് പെട്ടെന്ന് ദൈവമാക്കി മാറ്റണം. ഇത് കാര്യം ഉടമ്പടി കൊണ്ട് ദൈവത്തിന് എന്തെല്ലാം, ദൈവമായിട്ട് എങ്ങനെ ഉയരാൻ പറ്റും, ദൈവത്തിന് എങ്ങനെ മഹത്വപ്പെടുത്താൻ പറ്റും, ദൈവത്തിന് വേണ്ടി എങ്ങനെ ജീവിക്കാൻ പറ്റും, ഇങ്ങനെ ദൈവത്തെ കുറിച്ച് മാത്രം ദൈവത്തെ സെൻട്രൈസ് ചെയ്തുകൊണ്ട് വേണം ചിന്തകളെല്ലാം ക്രമീകരിക്കാൻ. ഇപ്പം നിങ്ങളുടെ ജീവിത പ്രശ്നത്തെ സെൻട്രൈസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഒരു 90% പേരും ഉടമ്പടിയെ സമീപിക്കണം. അതുകൊണ്ടാണ് ലാഗ് ചെയ്യേണ്ടത്. ലാഗ് ചെയ്യേണ്ട കാര്യമില്ല. കാര്യം ഉടമ്പടി പക്ക ബിബ്ലിക്കൽ മാത്തമാറ്റിക്സ് ഉപയോഗിച്ചിരിക്കണേ. അതിൻ്റെ ലാഗ് ചെയ്യത്തില്ല അതിൻ്റെ അകത്ത്. അതിങ്ങനെ ദൈവം 2 എന്ന് പറഞ്ഞാൽ അത് 2.1 3.99 ആകത്തില്ല, അത് 2 തന്നെ ആയിരിക്കും. ഐ വിൽ കം വിത്ത് യു വേറെവർ യു ഗോ. നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ
തീർച്ചയായിട്ടും ഉണ്ടാകാതിരിക്കാനോ സാധ്യതയുണ്ടെന്നല്ല, ഉണ്ടാകുമെന്ന് തന്നെയാണ്. അപ്പം അങ്ങനെ ചിലർക്ക് ചങ്കിൽ ഈ സംഭവം അടിച്ചങ്ങോട്ട് കയറും. നിങ്ങളെ കംപ്ലീറ്റ് പ്രെയർ ഫോർമാറ്റിൽ വരാൻ വേണ്ടിയാണ്. അതായത് ദൈവം പെട്ടെന്ന് നിങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങണം. വർക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ദൈവസ്നേഹം വളരാൻ തുടങ്ങും. പിന്നെ എങ്ങനെ ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യാം. അതുകൊണ്ടാണ് ഈ മനുഷ്യൻ 10 കിലോമീറ്റർ സഞ്ചരിച്ചു പോയി കൃപാസനം പത്രത്തിൻ്റെ പരിശുദ്ധ പ്രവർത്തനം ചെയ്യണത്. അപ്പം അവരോട് മാതാവ് മനസ്സിലൊരു ഉൾക്കാഴ്ച കൊടുക്കും. ഇതെവിടെയാണ് അനുഗ്രഹത്തിൻ്റെ ബ്യൂട്ടി സ്പോട്ട് എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കും. എവിടെയാണ് ഇതിൻ്റെ മർമ്മമുള്ളത്, അനുഗ്രഹത്തിൻ്റെ മർമ്മമുള്ളത് എവിടെയാണെന്ന്. ദൈവമായിട്ട് നിങ്ങളെ പ്രേയറിലും സത്യസന്ധയിലും ഉടമ്പടി പ്രകാരം അടുക്കുകയാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് ലൊക്കേറ്റ് ചെയ്ത് തരും. ഇന്ന സാധനങ്ങളിലാണ് ഉടമ്പടി വർക്കൗട്ട് ചെയ്യണമെന്ന് പറഞ്ഞു തരും. അപ്പോൾ ഈ മനുഷ്യനോട് പറഞ്ഞ്, ഇത് പത്രത്തിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് നീ എത്രയായാലും ഇത് കൊണ്ടേ കൊടുക്കുക. അതുവഴി കർത്താവിനെ അറിയാത്തത് അറിയും, അറിഞ്ഞവർ മഹത്വപ്പെടുക, ഇതിൽ ദൈവം മഹത്വപ്പെടും എന്നൊക്കെ അവർക്ക് ആ ആന്തരിക ബോധ്യം കിട്ടും. ആന്തരിക ബോധ്യം കിട്ടാത്തവർ ഇത് എവിടെ കൊടുക്കാനാണ്, ഞാൻ തന്നെ കൊടുക്കാനില്ല, വല്ലവരും കാണുമോ, അവരെന്ത് പറയുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അളിഞ്ഞ വർത്തമാനം പറഞ്ഞുകൊണ്ട് മോന്തം കയറ്റി നടക്കും. ഈ പിശാചുകൾ ഉടമ്പടി എടുക്കരുത്. വാസ്തവത്തിൽ നിങ്ങളുടെ സ്പേസ് നരകത്തിൽ നേരത്തെ വെച്ചിരിക്കുന്നതാണ്. കാര്യം നിങ്ങൾ അല്പവിശ്വാസികളോ ദൈവത്തെ ജീവിതം കൊണ്ട് പരീക്ഷിക്കാൻ വന്നിരിക്കുന്ന പിശാചിൻ്റെ പിണിയാളുകളോ ആണ്. ഇപ്പം നിങ്ങൾക്ക് ഉടമ്പടി എടുക്കാൻ പറഞ്ഞിട്ടില്ല. ഇത് വിശുദ്ധിയോടെയും സത്യസന്ധമായിട്ടും സ്വന്തം ജീവിത ആവശ്യത്തെക്കാൾ ഉപരി ദൈവത്തെ സത്യസന്ധമായിട്ട് അന്വേഷിക്കുന്നവർക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന പദ്ധതിയാണ്. ആ ഒരു ബോധം നമുക്കുണ്ടാകണം. ആ ഒരു ബോധത്തിന് ഉടമ്പടി എടുക്കണമെന്നുണ്ടെങ്കിൽ പടപടാന്ന് നിൽക്കും ഈ സംഭവം. എന്നൊക്കെ ഇപ്പം കണ്ടില്ലേ, ഇങ്ങനെ സത്യസന്ധമായി ദൈവത്തിൻ്റെ അടുക്ക് വർക്ക് ചെയ്യുമ്പോൾ എന്തു ചെയ്യും, ആ വ്യക്തിയുടെ കുടുംബത്തിൽ മാതാവിൻ്റെ സാന്നിധ്യം നിറയുകയാണ്. ആ സാന്നിധ്യം ഉണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ സ്വർഗീയ സുഗന്ധം ഇങ്ങനെ പരന്നു വരണത്. സ്വർഗീയ സുഗന്ധം അത് ഫീൽ ചെയ്തിട്ട് ഇവിടെ ഉള്ളുന്ന ആനന്ദ അനുഭൂതിയിൽ, അഭിഷേക നിറവിൽ ഇവർ ഓട്ടോമാറ്റിക്കായിട്ട് കരയുകയാണ്. അപ്പോഴവർക്ക് മനസ്സിലായി ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ എന്ന്. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ പ്രഗ്നൻ്റ് ആണെന്ന് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇത് റിസ്ക്കാണ്, ഷുഗർ ഇത്രയും ഉള്ളതല്ലേ, അപ്പോൾ റിസ്ക് ആണെന്ന് പറയുമ്പോൾ ഇവരെന്താ പറയണത്, ഇത് ഉടമ്പടിയുടെ കുഞ്ഞാണ്, ഇതിൻ്റെ റിസ്ക് കവർ ചെയ്യേണ്ടത് ആരാണ്, മാതാവാണെന്ന് പറയും. എന്നിട്ട് അവസാനം ഈ കുഞ്ഞ് വളർന്ന് വളർച്ച പ്രാപിച്ച് ഇതിൻ്റെ ഡെലിവറി ടൈമിലൊക്കെ ഭയങ്കര പ്രശ്നങ്ങൾ വൈദ്യശാസ്ത്രം പറയും. പക്ഷേ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറയും ഇത്രയും ആ കുഞ്ഞ് സാധാരണ ഉള്ളതിനൊക്കെയായിട്ട് 300 400 ഉണ്ട്, വലിയ കുഞ്ഞാണ്, ഇത്രയും ഒരു പ്രതീക്ഷിച്ചില്ല. അതിനൊരു കുഴപ്പമില്ലാതെ പെട്ടെന്ന് നടക്കും കാര്യങ്ങളൊക്കെ. കാര്യം ഡെലിവറിക്ക് മുമ്പ് തന്നെ ഇത് ലോ റിസ്ക് ആയിട്ട് മാറി. ലോ റിസ്ക്, ഹൈ റിസ്ക് ആയിരുന്ന സംഭവം ലോ റിസ്ക്കായി മാറി, ഈസി ആയിട്ട് മാറി. യാതൊരു ഉത്കണ്ഠയുമില്ല, പേടിയില്ല, ഒന്നുമില്ലാതെ. അത് ഈ ഹൈ റിസ്ക് ലോ റിസ്ക് ആയിട്ട് മാറുന്ന വിഷയം ഉടമ്പടിയുടെ ഏറ്റവും വലിയൊരു പ്രൊമോഷനാണ്. നിങ്ങൾക്കറിയാമല്ലോ, ലൈറ്റ് വെയ്റ്റ് എന്ന് നമ്മൾ പറയും. ലൈറ്റ് വെയ്റ്റ്, അത് ഈ ലൈറ്റ് വെയ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈറ്റ് വെയ്റ്റ് എന്ന് വെച്ചാൽ വളരെ ഈശോ തന്നെ പറഞ്ഞിട്ടില്ലേ, ഞാൻ നിങ്ങൾ അപ്പോൾ 11:28 പറയാം, 11:28, അതുപോലെ ജോഷുവ 24:13, അതിലെല്ലാം ഈ ലൈറ്റ് വെയ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ. മത്തായി 11:30. എന്തെന്നാൽ എന്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. ഭാരം ലഘുവാണെന്ന് അർത്ഥം. ഭാരം ലഘുവാണ്. അപ്പം ഇത് ഹൈ ആയിട്ട് വെയിറ്റ് ആയിട്ടുള്ള സംഭവത്തെ ഇങ്ങനെ ദൈവം ഇടപെട്ട് അത് ലഘുവാക്കി കൊടുക്കും. ഹൈ റിസ്ക് എന്ന് പറഞ്ഞതിനെ ലോ റിസ്ക് ആക്കി കൊടുക്കും. യോഹൻ ജോഷുവ എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ജോഷുവ 24:13. ജോഷുവ 24:13. നിങ്ങൾ അധ്വാനിക്കാത്ത ഭൂമിയും നിങ്ങൾ അധ്വാനിക്കാത്ത ഭൂമിയും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും നിങ്ങൾക്ക് ഞാൻ തന്നു. നിങ്ങൾ ഇന്നിവിടെ വസിക്കുന്നു. അപ്പോൾ നമ്മൾ അധ്വാനിക്കാത്ത, നമുക്ക് റിസ്ക് ഇല്ലാത്ത,
നമുക്ക് വ്യയമില്ലാത്ത, നമുക്ക് ഭാരമില്ലാത്ത, ദൈവം നേരിട്ട് ചെയ്യുന്ന അനുഭവങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നത് ഉടമ്പടിയുടെ ഒരു പ്രോമിസിൻ്റെ ഭാഗമാണ്. ഇതാണ് ലൈറ്റ് വെയ്റ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ തന്നെ അതിന് അധ്വാനിക്കണം നിർബന്ധമില്ല. ദൈവം അത് നേരിട്ട് ഏറ്റെടുത്ത് ചെയ്യും. എൻ്റെ മക്കളെ, എനിക്ക് തോന്നുന്നത് നോട്ട് ബൈ മെറിറ്റ് പോലെ ഏറ്റവും ടോപ്പ് സംഭവമാണ് നിങ്ങൾ, അതായത് നമ്മൾക്ക് പറ്റാത്തതും നമ്മൾക്ക് ചെയ്താൽ വിജയിക്കാത്തതുമായ വിഷയങ്ങൾ ദൈവം നേരിട്ട് ഏറ്റെടുത്ത് സ്വന്തമായിട്ട് ചെയ്യണം. ഇതെല്ലാം പ്രസൻസിൻ്റെ വിഷയമാണ്. ഞാൻ നിങ്ങളുടെ കൂടെ വരുമെന്ന് പറഞ്ഞില്ലേ, അതും ഈ ലൈറ്റ് വെയ്റ്റും തമ്മിലാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അതായത് അതുപോലെ തന്നെ ഒരു മനുഷ്യൻ്റെ ദൈവം വരുമ്പോഴെന്താ സംഭവിക്കണത്? ഈ പ്രസൻസാണ് മറ്റ് എല്ലാ പ്രാർത്ഥനാ രീതികളെക്കാളും ഉടമ്പടിയുടെ എല്ലാം ആക്ടിവേറ്റ് ചെയ്യണത് പ്രസൻസാണ്. നിങ്ങളെപ്പോഴും നിങ്ങളെ ബുദ്ധിപരമായിട്ട് വേണം ഉടമ്പടിയെ സമീപിക്കാൻ. അതായത് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളെ ഉടനെ വിസ വന്നില്ലല്ലോ, അല്ലെങ്കിൽ പറമ്പ് വാങ്ങിക്കാമെന്ന് പറഞ്ഞ ആൾ വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വഴിക്കണ്ണം നട്ട് നോക്കരുത്. നിങ്ങൾ വഴിക്കണ്ണം നടാൻ നിങ്ങൾക്ക്, പക്ഷെ അത് ദൈവത്തിലേക്കായിരിക്കണം. മനസ്സിലായേ? നിങ്ങൾ ഈ വസ്തു വിൽക്കാമെന്നും പറഞ്ഞ ആൾ അഡ്വാൻസ് തന്നിട്ട് പോയി, പിന്നെ അയാളെ കണ്ടില്ലല്ലോ, അയാൾ വന്നു, അയാളെ കണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഏജൻസിയോടും കമ്മീഷക്കാരനൊക്കെ ഇടയ്ക്ക് വിളിച്ച് ചോദിക്കുകയും ഇങ്ങനെ വഴിക്കണ്ണ് വിട്ട് നിൽക്കണ്ടേ? നിങ്ങൾ വഴിക്കണ്ണ് ഇടുന്നത് ദൈവത്തെ അല്ല, പിന്നെ എന്താണ്? മനുഷ്യനെയാണ്. മനുഷ്യനെ വഴിക്കണ്ണിട്ട് കഴിഞ്ഞാൽ ഈ ജന്മം നിങ്ങൾക്ക് തികയാതെ വരും. ഇത് സ്പീഡപ്പ് ആകണമെങ്കിൽ, ബൈ നോട്ട് ടൈം ആകണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഉടമ്പടിയിൽ ദൈവത്തെ വഴിക്കണ്ണിട്ട് നോക്കണം. ദൈവം എൻ്റെ കുടുംബത്തിൽ പ്രസൻസ്. അപ്പം പ്രസൻസിന് മുൻതൂക്കം കൊടുത്താൽ, ആ പ്രസൻസ് മുൻതൂക്കം കൊടുത്തുകൊണ്ട് നമ്മളിത് വചനം വായിക്കണേ. കർത്താവിൻ്റെ വചനങ്ങളിലൂടെ ദൈവം നമ്മോട് സംസാരിക്കും. പ്രസൻസിലുള്ള ദൈവം നമ്മളോട് സംസാരിക്കാൻ ഉപയോഗിക്കുന്ന മീഡിയമാണ് വചനം. അപ്പോൾ 1/2 മണിക്കൂർ വചനം വായിച്ച് കഴിയുമ്പോൾ ഏതെങ്കിലും വചനം അനോയിൻറ്റഡ് ആകുമ്പോൾ ആ വചനത്തിൻ്റെ മീഡിയത്തിലൂടെ ദൈവം നമ്മളോട് ഇൻട്രാക്ട് ചെയ്യും. അതാണ് നീ വലത്തോട്ട് ഇടത്തോട്ട് തിരിയുമ്പോൾ പിന്നിൽ നിന്നൊരു സ്വരം കേട്ട് ഇതാണ് വഴി, ഇതിലേ പോവുക എന്ന് പറയണതും, നീ പോകേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ ഉപദേശിക്കുമെന്ന് പറയണതും ഈ പ്രസൻസിലുള്ള ദൈവത്തിൻ്റെ ഉപദേശങ്ങളാണ്. ഇപ്പോൾ സങ്കീർത്തനം 32:8 നമ്മൾ പറയുന്നു. അതുപോലെ തന്നെ യെശയ്യാ take the bed of God, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശയ്യാ 30:21. യേശയ്യാ 30:21. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം കേൾക്കും. ഇതാണ് വഴി, ഇതിലേ പോവുക. ഉടമ്പടി എടുക്കുന്ന എല്ലാ മനുഷ്യർക്കും ഇതുപോലെ ഉപദേശം കിട്ടുന്നുണ്ട്, ആന്തരിക ഉപദേശങ്ങൾ കിട്ടുന്നുണ്ട്. ഇന്ന കാര്യങ്ങൾ, ഇതാണ് വഴി, ഇതിലേ പോവുക. അതുപോലെ നിങ്ങൾക്കും കിട്ടും. എല്ലാ വഴിയത്തെ ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായി. ശ്രുതിക്കട്ടെ മക്കളെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സാക്ഷികളോടെ സംസാരിക്കുന്ന നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആ സ്നേഹ കണ്ണൂരിൻ്റെ സാക്ഷ്യമാണ്. അപ്പോൾ സ്നേഹ കണ്ണൂരിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അവൾ എന്തോ പരീക്ഷ എഴുതിയിട്ട് അതിൻ്റെ അകത്ത് എപ്പോഴും ഇങ്ങനെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുക. ഉടമ്പടി എടുത്ത കക്ഷിയാണ്. ഉടമ്പടി എടുത്തിട്ടും പരീക്ഷ തോറ്റേ, അതാണ് വിഷയം. അപ്പോൾ ഒരു ദിവസം എന്താണ് ഈ ഉടമ്പടി എടുത്തിട്ടും പരീക്ഷ തോറ്റത് എന്താണ്? ഇവളെ വീണ്ടും അത് ഓർത്തിട്ട് ഇവൾ വിശ്വാസത്തിൽ പിന്നെ ചാഞ്ചല്യമാണ് ഉണ്ടാക്കുന്നത്, ചഞ്ചലിപ്പുണ്ടാക്കും. ഞാൻ ഉടമ്പടി എടുത്താണല്ലോ, പിന്നെ എന്താ പരീക്ഷ തോറ്റത് എന്ന് ചെയ്യും. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഉടനെ രാത്രി എന്താണ് തോറ്റതെന്ന് കർത്താവ് പറയും. മാതാവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു മെസ്സേജ്, ഒരു സ്വപ്നം കാണും. എന്നിട്ട് ഇവൾ തുണി അലക്കുന്ന ഒരു സ്വപ്നം കാണും. ഇപ്പം ഈ പണ്ടത്തെ കാലം പോലെ ഒന്നുമല്ല, നേരിട്ട് സംസാരിക്കണം, അപ്പോഴപ്പം തീർക്കേണ്ട കേസ് കെട്ടുകൾ. ഇവൾ പ്രശ്നം എന്താണ്? ഞാൻ ഉടമ്പടി എടുത്തില്ല, പിന്നെ എന്താ പരീക്ഷയ്ക്ക് തോരുന്നതാണ്. ഉടനെ മറുപടി രാത്രി വരും. എന്താ മറുപടി രാത്രി തന്നെ എന്താണ്? അമ്മ പ്രത്യക്ഷപ്പെടും. എന്നിട്ട് ഉടനെ ഇവൾ തുണി അലക്കണ കാണും. അപ്പോൾ ഉടനെ ഇവളുടെ അമ്മയോട് പറയും, രാത്രി മാതാവ് പ്രത്യക്ഷപ്പെട്ടു,
ഞാൻ തുണി അലക്കുകയായിരുന്നെന്ന് പറയാം. അപ്പോൾ ഉടനെ അമ്മ പറയും, നീ ഉടമ്പടി എടുത്തിട്ട് അതുപോലെ വെറുതെ പ്രത്യക്ഷയുടെ പ്രാർത്ഥന ചെല്ലിക്ക് മാത്രം ഇരിക്കുകയല്ലേ, വേറെ ഒരു പണിയും ചെയ്യണില്ല. ഈ പണ്ടാരം ഒരു പണിയും ചെയ്യണില്ല, ആ പ്രത്യക്ഷയുടെ പ്രാർത്ഥന ചെല്ലി ഇരിക്കുകയാണ്. എന്തെല്ലാം കാര്യങ്ങളുണ്ട്. നീ ആദ്യം മര്യാദയ്ക്ക് ആ പത്രം എല്ലാം കൊണ്ട് പ്രേക്ഷിത പ്രവർത്തനം ചെയ്തിട്ട് വല്ല അനാഥാലയത്തിലും പോയി അവിടെ തുണിയൊക്കെ ഇറക്കി കൊടുക്കാൻ പറയും, അമ്മ പറയും. അപ്പോൾ ഇവൾക്ക് പക്ഷേ ആഗ്രഹമുണ്ട് ഇതൊക്കെ ചെയ്യണമെന്ന്, പക്ഷെ അവസരമില്ല. എവിടെ പോകണം, ആര് കൂടെ വരും, എങ്ങനെ ചോദിക്കണം, ആരെ കോണ്ടാക്ട് ചെയ്യണം, ഐഡിയ ഇല്ല. പക്ഷേ ഐഡിയ ഇല്ലാതെ ഇവളെ ഇങ്ങനെ പമ്മി ഐഡിയ ഇല്ലെന്നും പറഞ്ഞിങ്ങനെ പമ്മി നിൽക്കുന്ന സമയത്ത് പിറ്റേ ദിവസം ഈ സ്വപ്നം കണ്ട് ഇവളുടെ അമ്മ ഇതിനെക്കുറിച്ച് വ്യാഖ്യാനിച്ച് പറഞ്ഞ ദിവസം പെട്ടെന്ന് അനാഥാലയത്തിൻ്റെ അഡ്രസ്സും കിട്ടി, പോകാനുള്ള സ്വരം കിട്ടി, പോകാനുള്ള ആളം വന്ന് ഇവർ പോയി. ഇവളവിടെ പോയി ബാത്റൂമെല്ലാം കഴുകി കൊടുത്തവരുടെ, അവിടെ ആ വസ്ത്രങ്ങളെല്ലാം കഴുകി കൊടുത്തു. എൻ്റെ ദൈവമേ, അതോടുകൂടി ആ ഒറ്റ വിഷയത്തിൽ ആ ചാപ്റ്ററെല്ലാം ക്ലോസ് ചെയ്ത്, ഇതാണ് നീ നടക്കേണ്ട വഴി, നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കും. ആ സെക്കൻഡിൽ തന്നെ ആൾ പരീക്ഷയ്ക്ക് പാസ്സായി, ഒരു കുഴപ്പമില്ല. ഇങ്ങനെ പെട്ടെന്നാണ് ഈ സംഭവം വരണത്. ഒന്ന് ശ്രദ്ധിക്കട്ടെ മക്കളെ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് പാസ്സായെന്ന് വെച്ചാൽ 2 മൊഡ്യൂൾ പോയി. 2 മൊഡ്യൂൾ പോയതല്ല പ്രശ്നം. 2 മൊഡ്യൂൾ പോയിട്ടും മാതാവ് ജർമ്മനി ഇവൾക്ക് പെർമനൻ്റ് ജോലി കൊടുത്തു. അതാണ് ഇവിടുത്തെ മിറക്കിളെന്ന് പറയണത്. ഉടമ്പടി അവൾ കറക്റ്റ് ചെയ്ത്, മാതാവ് പറഞ്ഞ പോലെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേ, നിങ്ങൾക്കറിയാമല്ലോ ഈ മനുഷ്യന്മാർ കുറേ നിയമങ്ങളൊക്കെ വെക്കും, 4 മൊഡ്യൂളും പാസ്സാകുമെന്നൊക്കെ പറയും. പക്ഷെ അതവരുടെ മെരിറ്റാണ്. പക്ഷെ ഉടമ്പടി വർക്ക് ചെയ്യേണ്ടത് നോട്ട് ബൈ മെരിറ്റിലാണ്, ബട്ട് ബൈ ഗ്രേസിലാണ്. പക്ഷെ അമ്മ നിങ്ങളുടെ ഫയൽ എടുത്ത് കഴിയുമ്പോൾ പോടാവില്ല എന്ന് പറയും, 2 മൊഡ്യൂളൊക്കെ പിന്നെ എഴുതാമെന്ന് പറയും, മര്യാദയ്ക്ക് ജോലി എടുക്കാൻ പറയും. ആദ്യം നിങ്ങളുടെ ഒരു ദൈവസ്നേഹം എന്ന് പറയുന്നത്, സത്യസന്ധത എന്ന് പറയണത് അമ്മയെക്കൊണ്ട് നിങ്ങളുടെ ഫയൽ എടുപ്പിക്കുകയാണ്. നിങ്ങൾ പറയണ എംബസി ഫയൽ എടുക്കണം എന്നാണ് പറയണം. അങ്ങനെയല്ല നിങ്ങൾ പറയേണ്ടത്. അമ്മ ഞങ്ങളുടെ ഫയൽ എടുക്കണം എന്ന് പറയണം. അപ്പോൾ വിഷയം മാറും. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫോർമാറ്റ് മാറ്റിയാൽ മതി. എംബസി ഫയൽ എടുക്കണമെന്ന് പറയുന്നതിന് പകരം അമ്മ ഞങ്ങളുടെ ഫയൽ എടുക്കണമെന്ന് പറയണം. അമ്മ ഫയൽ എടുക്കണമെന്നുണ്ടെങ്കിൽ മകളോട് പറയും, മകളെ മര്യാദക്ക് ചെയ്യാനുള്ളതൊക്കെ വൃത്തിമേനയായിട്ട് ചെയ്യാൻ പറയും. പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാവരുടെയും പ്രശ്നം ഉടമ്പടി നിങ്ങൾ ലൈറ്റ് വെയിറ്റാക്കി കളഞ്ഞതാണ്. മനസ്സിലായില്ലേ? ഉടമ്പടി എല്ലാവരുടെയും, അതായത് നിങ്ങൾക്ക് ഉടമ്പടിയിൽ ദൈവസാന്നിധ്യം വൈകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ദൈവമാണ് ലൈറ്റ് വെയിറ്റാക്കേണ്ടത്, നിങ്ങളുടെ വിഷയം. പക്ഷെ നിങ്ങൾ അതിന് പകരം നിങ്ങളെന്ത് ചെയ്ത് ഉടമ്പടി ലൈറ്റ് വെയിറ്റാക്കി. ഇവളങ്ങനെ ചെയ്തിരിക്കണത്. അവളെന്താ ചെയ്തിരിക്കണത്? ഉടമ്പടി എടുത്ത് ഒരു പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലിയിരിക്കുക, ലൈറ്റ് വെയിറ്റാക്കി ഇരിക്കണം. പിന്നെ കഴിയില്ല. അതായത് നിങ്ങൾ കൈ നനയാതെ ഈ സംഭവത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഉടമ്പടി വർക്ക് ചെയ്യാൻ പാടായിരിക്കും. കോഴി മുട്ട എന്നെ വിരിയണില്ലല്ലോ, ഞാൻ ബിരിയാണില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കിടന്നുകൊണ്ട് കോഴി മുട്ടടത്ത് കിടന്നുകൊണ്ട് കൊച്ചു തള്ളക്കോഴി കിടന്നുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കും. അത് കുഞ്ഞു കോഴി പ്രശ്നം ഉണ്ടാക്കും. ഞാൻ ബിരിയാണിയില്ലല്ലോ എന്ന്. അപ്പോൾ തള്ളക്കോഴി പറയും, ഞാൻ നിൻ്റെ മുഖത്ത് വന്ന് കയറി ഇരിക്കട്ടെ 10-21 ദിവസം. അത് പറ്റത്തില്ലെന്ന് പറയും. അതാണ് പ്രശ്നം. അപ്പോൾ ഇരുന്ന് ചീഞ്ഞു പോകുകയുള്ള മുട്ട. അതേ മുട്ടയ്ക്ക് വിരിയണം എന്ന് പറഞ്ഞ് ഉടമ്പടി നടക്കണം, സാക്ഷ്യം പറയണം. പക്ഷേ അപ്പോൾ തള്ളക്കോഴി പറയും, ഇത് ചൂട് വേണ്ടേ, ഞാൻ ഈ 10-21 ദിവസം നിൻ്റെ പുറത്ത് കടയിൽ ഇരിക്കട്ടെ. അത് പറ്റത്തില്ല, എനിക്ക് പറ്റത്തില്ല. അതിപ്പോൾ തള്ള വേണേൽ വേറെ എവിടെ മാറിയിരിക്കാൻ പറയും, മുട്ട പറയും. വിരിയത്തില്ല, ആ സാധനം ചീഞ്ഞു പോയുള്ളൂ. പല അണ്ണന്മാരുടെയും ഉടമ്പടി ചീഞ്ഞു പോകാൻ കാരണം നിങ്ങൾ ദൈവത്തിൻ്റെ ചൂട് ഏക്കാൻ വിസമ്മതിച്ചുകൊണ്ടാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾ ഇതിനകത്ത് ഒരു സംഭവം പോലെ എക്സ്ട്രാ ഇല്ല. ഞങ്ങളെന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഞങ്ങൾ ആഡ് ചെയ്തതിൽ പോലും ദൈവം പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഉടമ്പടിയിലുള്ളൂ. അല്ല ജോസഫച്ചനോ ഇവിടുത്തെ ശുശ്രൂഷകരോ പ്രാർത്ഥിച്ചോ ആലോചിച്ചോ സങ്കല്പിച്ചോ ഒരു സാധനം ഉടമ്പടി അടങ്ങിയിട്ടില്ല. ഉടമ്പടി ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏതെങ്കിലും കാലഘട്ടങ്ങളിൽ ദൈവം നമ്മളോട് പറഞ്ഞിട്ടുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉടമ്പടിയിൽ പൂർണ്ണമായിട്ടും
വിശ്വസിക്കാൻ പറ്റും. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ഉടമ്പടിയിൽ പൂർണ്ണമായി മനസ്സർപ്പിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഉടമ്പടി നിർവർത്തിച്ചുകൊണ്ട് ഉടമ്പടി പ്രകാരം ജീവിതം ക്രമീകരിക്കാൻ അഭിഷേകം നൽകണമേ. നാഥാവരേണമേ, എന്നിൽ നിറയണമേ. നാഥാവരേണമേ, സൗഖ്യം നൽകണമേ. നാഥാവരേണമേ, എന്നിൽ നിറയണമേ. നാഥാവരേണമേ, സൗഖ്യം നൽകണമേ. നെഗബിലെ ജലപ്രവാഹങ്ങൾ എന്ന പോലെ ഞങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ. തുറന്നു നിന്നുകൊണ്ട് ഈശോയെ എല്ലാ കഷ്ടതകളും ഏറ്റെടുക്കണമേ. എന്നിൽ നിറയണമേ. നാഥാവരേണമേ, സൗഖ്യം നൽകണമേ. നാഥാവരേണമേ, എന്നിൽ നിറയണമേ. നാഥാവരേണമേ, സൗഖ്യം നൽകണമേ. ഉടമ്പടി എന്ന പ്രാർത്ഥന തന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഉന്നതമായ നാമം അവിടത്തേക്ക് നൽകി. ശ്രദ്ധിക്കട്ടെ. ഞങ്ങളെ തന്നെ താഴ്ത്തിക്കൊണ്ട് ദൈവകൃപ കരയേറ്റുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ എളിമപ്പെടുത്തണമേ. മഹത്വം മഹത്വം ദൈവസ്നേഹത്തോടെ ആരാധനയിലൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, അമ്മ തന്നിരിക്കുന്ന ഓരോ കളറ് പോലും അമ്മ ഓൺ ചെയ്യുന്നുണ്ടത്. പച്ചത്തിരി എന്ന് വെച്ചാൽ പച്ചത്തിരി, നീലത്തിരി എന്ന് വെച്ചാൽ നീലത്തിരി. ഇതെല്ലാം ആദ്യ നിമിഷങ്ങളിൽ അമ്മ തന്ന ഓർഡറുകളാണ്. ഞങ്ങളത് കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട്, നിങ്ങൾക്കത് കൈമാറി തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉടമ്പടി പ്രകാരം മാത്രമേ ആ സംഭവങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. ഉടമ്പടി ജീവിക്കുന്നവരാണത് പ്രാർത്ഥിക്കേണ്ടത്. അല്ല ഉടമ്പടി ജീവിക്കാതെ ചുമ്മാ തിരികെ കത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ദൈവത്തെ പറ്റിക്കണ പോലെ ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ സങ്കടപ്പെടുന്നത് എന്താണ്? അവർ ഓൺലൈൻ ഉടമ്പടി പ്രകാരം ജീവിക്കാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് നീലത്തിരി വേണമെന്ന് പറഞ്ഞപ്പോൾ ആ വെള്ളത്തിരി, സ്വർണ്ണ പെയിൻ്റ് അടിച്ച വെള്ളത്തിരിയെ തന്നെ അമ്മ, അത് നമുക്ക് കാണാം, അവർക്ക് ഇത് അവർ പൊക്കിങ്ങനെ ക്യാമറയെ കാണിക്കുന്നുണ്ട്, എൻ്റെ സ്വർണ്ണത്തിരി എങ്ങനെയാണ് നീലത്തിരിയായി മാറിയെന്ന്. അത് നമുക്ക് കണ്ടാൽ നമുക്ക് കണ്ണ് നിറഞ്ഞു പോകും. അത്രേ കണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ കാലത്തെ ഏറ്റവും വലിയ ഒരു തെളിവാണ്. എന്നിട്ട് ഈ കുഞ്ഞ് ചെയ്യണമെന്താ വെച്ചാൽ, അവൾ 2 കൊച്ചുമക്കളെ ഇട്ടുകൊണ്ടാണ് ജോലി പഠിക്കണത്, ഫുഡ് ടെക്നോളജി പഠിക്കണത്. ഫുഡ് ടെക്നോളജി പഠിച്ചിട്ട് ന്യൂസിലൻഡിൽ 4 ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഉള്ളത്. ഇങ്ങനെയുള്ള ആൾക്കാർ അക്കോമഡേറ്റ് ചെയ്യുന്ന വലിയ ഫുഡ് പ്രൊഡക്ഷൻ ഫാക്ടറികളുള്ളത് 4 എണ്ണമാണ്. അതിൽ ഒരെണ്ണത്തിൽ പോയി അവൾക്ക് ജോലി കിട്ടി. പക്ഷേ ആ ജോലി കൊണ്ട് അവൾക്ക് മേൽക്കയറ്റം ഒന്നും കിട്ടണില്ല. ഒരു മിനിമം ശമ്പളത്തിൽ ജോലി കിട്ടിയ ആളിനെ, പക്ഷേ മേൽക്കയറ്റമില്ല. ആ മേൽക്കയറ്റമില്ലാതെ വന്നപ്പോഴേ അവൾ അവരോട് ചോദിച്ചു, എൻ്റെ ഫീച്ചർ എന്താണെന്ന് ചോദിക്കുക. പറയും, നിങ്ങൾക്ക് വർക്കിൽ കൺസിസ്റ്റൻസി ഇല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഫീച്ചർ ഉണ്ടാക്കാൻ സാധ്യതയില്ല എന്ന് പറയും. ഇതിവിടെ ഈ കമ്പനി ഫീച്ചർ ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് സായിപ്പ് പറയും. ഉടനെ അവരെന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത കമ്പനി ഇൻ്റർവ്യൂവിന് ചെയ്യും. അടുത്ത കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു കമ്പനി അവർക്ക് കിട്ടും. ആ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത്, ആ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് 7 ഇൻ്റർവ്യൂ നടക്കുമ്പോഴും ഇവളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ 7 ഇൻ്റർവ്യൂവിൻ്റെ സമയത്തും ഈ കൃപാസനം പത്രം കൊണ്ടുപോയി ഈ ഇൻ്റർവ്യൂവിൻ്റെ അടുത്ത് വെക്കും. എന്താണ് അത്? പത്രമല്ലെന്ന് നമുക്കറിയാം, അമ്മയുടെ സാന്നിധ്യമാണ്. അതാണ് സംഭവം.
7ാമത്തെ ഇൻ്റർവ്യൂവിനെ അടിച്ച് കുതിച്ച് കയറും. അമ്മ ഇവളെ പൊക്കിയെടുത്ത് ആ കമ്പനിയിൽ ജോലി കൊടുക്കും. ശ്രുതികട്ടെ ഹല്ലേലൂയ. അതായത് നിങ്ങൾ ഓർക്കണം, ആ പുതിയ കമ്പനിയിൽ അവർ പറയണത് അവിടുത്തെ ന്യൂസിലൻഡ് സായിപ്പന്മാർക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ശമ്പളം കൊടുത്തുകൊണ്ട് ഉന്നതമായ സ്ഥലങ്ങളിലേക്കാണ് അമ്മ അവളെ നിയമിക്കണത്. അതുകൊണ്ട് ലോകത്തിൻ്റെ അതെല്ലാം നമ്മളെ വചനം വായിക്കുമ്പോൾ രസമാണ്. അതായത് ലോകത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിലൂടെ take the word of God, take the word of God. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യെശയ്യാ 58:14. സ്തുതിക്കട്ടെ ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. യെശയ്യാ 58:14. അപ്പോൾ നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും, ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ നിന്നെ ഞാൻ സവാരി ചെയ്യിക്കും. അത് ഐ വിൽ എന്ന് ചേർത്ത് സവാരി ചെയ്യിക്കും എന്ന് പറഞ്ഞാൽ എല്ലാം പ്രോമിസാണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിയിലെ, നിങ്ങളുടെ സ്കൂളിലെ, കോളേജിലെ നിങ്ങൾക്ക് ജോലിക്കയറ്റം വേണമെന്ന് പറയണത് അഹങ്കാരമൊന്നുമല്ല. അത് പ്രോമിസിലുള്ളതാണ്. അത് നിങ്ങൾക്കറിയണം, അത് പ്രോമിസിലുള്ളതാണ്. അതാണ് ലോകത്തിൻ്റെ ഉന്നത സ്ഥാനം. ലോകത്തിൻ്റെ അധികാരങ്ങളൊക്കെയാണ്, പക്ഷേ അവിടെയും ലോകത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിലൂടെ ഞാൻ നിങ്ങളെ സവാരി ചെയ്യിക്കും, യാത്ര ചെയ്യിക്കുമെന്നാണ്. അത് 58:14 സങ്കീർത്തനം ഇതിൽ യെശയ്യായിലുള്ളതാണ്. അപ്പോൾ ജോലിയുള്ളവരായാലും ശരി, ശാസ്ത്രജ്ഞന്മാരായാലും ശരി, പ്രൊഫസർമാരായാലും ശരി, ഫാക്ടറി ജീവനക്കാരായാലും ശരി, എവിടെയാണ് നിങ്ങൾ ജോലി ചെയ്യണത് അവിടെ ഒരു പ്രൊമോഷന് വേണ്ടി ചോദിക്കുന്നതിന് നിസ്സാരമായ കാര്യമാണ്. ദൈവം നിങ്ങൾക്കത് ചെയ്തു തരും. കാര്യം എന്താണ്? അത് ഉടമ്പടി പ്രകാരം ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ്. നീ അത് വിശ്വസിച്ചുകൊണ്ട്, ദൈവത്തെ വചനം വിശ്വസിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി സ്തുതിക്കട്ടെ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാവരും എഴുന്നേൽക്കുക. കർത്താവേ, എന്നെയും നിൻ്റെ കരുണയുടെ സ്നേഹത്തിൻ്റെയും സാക്ഷിയാക്കണമേ. എൻ്റെ സാക്ഷികളും അച്ഛൻ ഇതുപോലെ അൾത്താരെ പറഞ്ഞു 10,000-ങ്ങളും ലക്ഷങ്ങളും കേൾക്കാൻ ഇടയാക്കണമേ. എന്നെയും സുവിശേഷത്തിൻ്റെ ഉപകരണമാക്കണമേ. എന്നെയും ദൈവമഹത്വത്തിൻ്റെ സാക്ഷിയാക്കണമേ. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ആരാധന യേശുവേ ആരാധന 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 യേശുവേ നന്ദി യേശുവേ നന്ദി. മഹത്വം മഹത്വം മഹത്വം. ഹല്ലേലൂയ 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 ആരാധന. ഹല്ലേലൂയ മഹത്വം മഹത്വം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. മക്കളെ വിശ്വാസപ്രമാണം ചൊല്ലി, വിശ്വാസപ്രമാണം അറിയാൻ പാലാത്തവർ ഈശോയെ സ്വസ്ത്രം, യേശുവെ നന്ദി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രോഗം ഉള്ളിടത്തെല്ലാം, ഇവിടെ തീർത്ഥാടനത്തിലുള്ളവരും വിദൂരത്തിലൂടെ ഓൺലൈനിലുള്ളവരും എല്ലാം അച്ഛൻ്റെ പ്രാർത്ഥനയുടെ സമയത്ത് അടിപ്പിണ പോലെ വൈദ്യാക്കാതെ ദൈവികമായ ശക്തി നിങ്ങളെ കിടിച്ചിറങ്ങുന്ന ദൈവികമായ നിമിഷത്തെ, സൗഖ്യത്തിൻ്റെ നിമിഷങ്ങളിൽ അതിശക്തമായി സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. സ്തുതിക്കട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ. ഈശോ, നിന്റെ തിരുമുറുപാടുന്ന വലതുകരം, അണിപ്രധാന അത്ഭുതകരം കർത്താവ് മക്കളുടെ ശിരസ് വെക്കണം. പ്രാർത്ഥന ഉച്ച മുതൽ ഉള്ളംകാല് വരെ എല്ലാ കോശങ്ങളിലും പെസ്റ്റുകളിലും കർത്താവ് ഞാടി ഞരമ്പുകളിലും കർത്താവ് ആന്തരിക അവയവങ്ങളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. തൈറോയിഡ് രോഗങ്ങൾ, ടോൺസൈറ്റ് രോഗങ്ങൾ, PCOD രോഗങ്ങൾ, അതുപോലെ തന്നെ ശ്വാസകോശ രോഗങ്ങൾ, കർത്താവ് ഹൃദയ രോഗങ്ങൾ, കരട് രോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, കർത്താവ് പാങ്ക്രിയാസിൻ്റെ രോഗങ്ങൾ, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ കൽപ്പിക്കുന്നു. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് യേശു നാമം മഹത്വപ്പെടുവാൻ ഈ ആരാധനയിലൂടെ കരുണയായിരിക്കണമേ. ഹല്ലേലൂയ. സദയം തുടരേ സുഖമായിടും
എൻ്റെ ഉള്ളം അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളില്ലാത്തവരെ, ഗർഭാശയത്തിലെ സിസ്റ്റുള്ളവരെ, ഫെല്ലോപ്പിഡ് ട്യൂബിന് സിസ്റ്റുള്ളവർ, ഫെല്ലോപ്പിഡ് ട്യൂബ് പറഞ്ഞാൽ അടത്ത് മാറ്റി കളഞ്ഞവർ, അതുപോലെ തന്നെ ഗർഭാശയത്തിലെ മുഴകൾ, രക്തസ്രാവ രോഗികൾ ഒക്കെ അടിവയറ്റി കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. കിഡ്നി രോഗികൾ നടുവിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. സ്പോണ്ടിലോസിന് അസുഖമുള്ളവർ പിൻകഴുത്ത് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. സർവാംഗം രോഗമുള്ളവർ കൈ പിണച്ചുകൊണ്ട് സ്വസ്തികയായിട്ട് വെച്ചുകൊണ്ട് നെഞ്ചത്ത് വെച്ചുകൊണ്ട് വിശ്വാസ പ്രമാണത്തിൽ പ്രാർത്ഥിക്കേണ്ട. ശ്രുതികണ്ട കർത്താവ്, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വത്തം ചെയ്യുന്ന കർത്താവ്, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുക. 38 വർഷമായി ഞാൻ അർപ്പിച്ച വിശുദ്ധ കൃപയുടെ യോഗ്യതയാൽ കർത്താവ്, ഈ നാളിതുവരെ കർത്താവ് അമ്മമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെടുവാൻ ദൈവം കരുണ കാണിച്ച ഈ അൾത്താറയിൽ നടന്നിട്ടുള്ള 10,000-കണക്കിന് ആരാധന ശക്തിയാൽ മാരക രോഗങ്ങൾ, തീരാഭേദികൾ ഈ അൾത്താരെ പ്രാർത്ഥിക്കുന്ന, ഈ തീർത്ഥാടനത്തെ പ്രാർത്ഥിക്കുന്നവരും, അതുപോലെ കർത്താവ് ഓൺലൈനെ പ്രാർത്ഥിക്കുന്നവരും കർത്താവ്, അവരെവിടെ ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിൽ എവിടെ നിന്നാലും കർത്താവ്, ഈ ആഴ്ചയിൽ നടക്കുന്ന ഇൻ്റർവ്യൂകൾ, ഈ ആഴ്ച നടത്തുന്ന പരീക്ഷകൾ, ഈ ആഴ്ചയിൽ നടക്കുന്ന എല്ലാ തരത്തിലുള്ള രോഗ ചികിത്സകൾ, എല്ലാ തരത്തിലുള്ള പ്രസവങ്ങൾ, അതുപോലെ തന്നെ ഓപ്പറേഷൻസുകൾ, അതുപോലെ ഇൻ്റർവ്യൂകൾ, അതുപോലെ തന്നെ കേസുകൾ, അതുപോലെ ജഡ്ജി നടപടികൾ, അതുപോലെ തന്നെ ഡൈവേഴ്സിൻ്റെ കേസുകൾ, അത് യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ എല്ലാ ദുരിതങ്ങളും തടസ്സങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ, ഹല്ലേലൂയ, 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 യേശുവേ, 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 ഹല്ലേലൂയ. യേശുവേ, നന്ദി. വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ജപ്തി നടപടി നേരിടാൻ പോകുന്നവരെ, അതുപോലെ തന്നെ വീടില്ലാത്തവർ, സ്ഥലമില്ലാത്തവര്, വീട് വെക്കാൻ ഇടമില്ലാത്തവര്, പരസ്പരം കലഹിക്കുന്നവര്, കുടുംബകലഹമുള്ളവര്, ഭാഗ ഉടമ്പടി നടക്കാത്തവര്, വിദേശ സഞ്ചാരത്തിലേക്ക് ഇരിക്കുന്നവര്, പോകാൻ പോകുന്നവർ, വിസ പ്രതീക്ഷിക്കുന്നവർ, പരീക്ഷ എഴുതിയിരിക്കുന്നവർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, വിദേശ രാജ്യങ്ങളിൽ തന്നെ വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിൽ ഇൻ്റർവ്യൂവിന്, അതുപോലെ ടെസ്റ്റിനും രോഗത്തിനും ചികിത്സയ്ക്കും എല്ലാം വിഷമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഉടമ്പടി എടുത്തിരിക്കുന്നവർ എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. നാട്ടിലെ കർത്താവ് സാമ്പത്തികമായ വിഷമതകൾ അനുഭവിക്കുന്നവർ, കുഞ്ഞുങ്ങൾക്ക് തന്നെ ലോൺ പാസ്സാകാതിരിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ പലതരത്തിലുള്ള വിഷമതകളിലൂടെ കടന്നു പോകുന്ന കുടുംബ പ്രശ്നങ്ങളുള്ളവർ, കർത്താവ് ഞെരുക്കിക്കൊണ്ടിരിക്കുന്നവർ, പ്രാർത്ഥിക്കാൻ പറ്റാതിരിക്കുന്നവർ, പ്രാർത്ഥിക്കാൻ മനസ്സൊരുക്കാൻ കിട്ടാത്തവർ, എല്ലാ തരത്തിലും വേദന അനുഭവിക്കുന്നവർ കർത്താവ് കാറ്റായി കടലായി കർത്താവ് ഇരമ്പി വരണ പോലെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കർത്താവ് അവരുടെ ജീവിതത്തിലേക്ക് കർത്താവ് അങ്ങ് കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനം 126 കർത്താവ് 1-6 വരെ വചനങ്ങൾ കർത്താവ് ഞങ്ങൾ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അതുപോലെ കർത്താവ് നെഗേബിലെ നീർച്ചാലുകൾ എന്ന പോലെ കർത്താവ് അങ്ങയുടെ മക്കളുടെ ചൈതന്യത്തെ, ഐശ്വര്യത്തെ കർത്താവ് അങ്ങ് പുനഃസ്ഥാപിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞ് അമ്മയുടെ മധ്യസ്ഥത പ്രസാദിച്ചുകൊണ്ട് കർത്താവിടെ ജീവിതത്തെ പുനരാഗമിപ്പിക്കുക. ദൈവത്തിൻ്റെ ചൈതന്യം കർത്താവ് ആദിമ സഭയിലെന്നതുപോലെ, ആദ്യകാലങ്ങളിലെന്ന പോലെ ജലപ്രപഞ്ച മേലെ ചലിച്ച ദൈവത്തിൻ്റെ ചൈതന്യം ഈ നിമിഷം മക്കളിലേക്ക് തിരഞ്ഞുവരട്ടെ പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിൻ്റെ തിരിച്ചറിവത്തെ പ്രാർത്ഥിക്കുന്നു, നിൻ്റെ മുഴുക്കടത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, നിൻ്റെ തിരുവിലാലും മുഴുവനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ മുഴുക്കത്തിലെ കർത്താവ് ശത്രുക്കൾ ഒഴിഞ്ഞത് കർത്താവ് നിൻ്റെ മുതുകിലാണ് കർത്താവ്. നിൻ്റെ മുതുകിലെ തിരിച്ചുവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ പീഡാനുഭവങ്ങളെ ഉച്ചമുതൽ ഉള്ളംകാൽ വരെയുള്ള ആണിപ്പഴുതുകളെയും കർത്താവ് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ അടിപ്പിണർ പോലെ വൈദ്യാഘാതം പോലെ ദൈവികമായ ശക്തി കർത്താവെ. എന്തെല്ലാം കാര്യങ്ങൾ ഓർത്ത് മക്കളുടെ കാര്യങ്ങൾ, മക്കളുടെ തെറ്റായ ബന്ധങ്ങൾ ഓർത്ത് കർത്താവ്, കുഞ്ഞുങ്ങളെ പഠിക്കാത്ത അവസ്ഥ ഓർത്ത് കർത്താവ്, ഭർത്താവിന് മദ്യപന ആസക്തി ഓർത്ത്, തെറ്റായ ബന്ധങ്ങൾ ഓർത്ത് കർത്താവ്, എന്തെല്ലാം തരങ്ങൾക്ക് വേണ്ടി കർത്താവ് മക്കൾ കണ്ണുനീരിടുന്നുണ്ട്. അവരെല്ലാം കർത്താവിൻ്റെ ആണിപ്പെടുത്താതെ അത്ഭുത കർത്താവ് സാധനപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. 2 കൊരിന്ത്യർ 2 രാജാക്കന്മാർ 3:15 പറഞ്ഞിരിക്കുന്നവർ കർത്താവ്, കാറ്റില്ല, മഴയില്ല, അരുവിത്തടങ്ങളെല്ലാം കർത്താവ് ജലം കൊണ്ട് നിറഞ്ഞതുപോലെ കർത്താവ് ഒരു പ്രതീക്ഷയില്ല, എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് അറിയാൻ പാടാതെ നിൽക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവത്തിൻ്റെ കരുണ ആവശ്യിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദേവമാതാവ് ഈ നിമിഷം മധ്യസ്ഥം വഹിക്കണം പ്രാർത്ഥിക്കുന്നു.
എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തെ മാർഗദ്രോഹങ്ങൾ രോഗങ്ങൾ തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തെ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. മഹത്വപ്പെടുവാൻ ഈ ആരാധനയിലൂടെ കരുണയാകണമേ. സദയം തുടരേ സുഖമായിടും എൻ്റെ ഉള്ളം അരികിൽ വരേണേ സദയം തുടരേ സുഖമായിടും എൻ്റെ ഉള്ളം. മക്കളെ മുട്ടേ നിൽക്കുക, കൈകൾ കുപ്പുക, ഈശോയെ നോക്കുക. നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഓൺലൈനിലുള്ളവരും പ്രാർത്ഥിക്കുക. അച്ഛൻ വിട്ടുപോയ കാര്യങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് കർത്താവിന് സമർപ്പിക്കുക. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം സമർപ്പിക്കുക. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന.